ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഭിരാമി. ഇതെൻ്റെ ചെറിയൊരു ഫാമിലിയാണ് കേട്ടോ. ഈ ഒരു യൂട്യൂബ് ചാനലിൽ മെയിൻ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഹോം മേക്കിംഗ്, പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ കുക്കിംഗ് കാണും, ഷോപ്പിംഗ്, വ്ലോഗിങ്, അങ്ങനെ ഇഷ്ടം പോലെ. അങ്ങനെ ഈ പർട്ടിക്കുലറായിട്ട് ഒരു കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു സൺഡേ ആണ്. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ സൺഡേ ആണ് പൊതുവേ നമ്മൾ പുറത്ത് പോകാറുള്ളത്, കാരണം അപ്പോഴേ ടൈം കിട്ടാറുള്ളൂ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് പരിപാടിയിലാണ്. അപ്പോഴാണ് എൻ്റെ കുഞ്ഞിന് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്. ആൾ സത്യത്തിൽ പറയാൻ വന്നത് അങ്ങ് മറന്നുപോയി കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം നേരത്തെ പോകണം. മാക്സിമം നമ്മൾ സൺഡേ എന്ന് പറയുന്നത് സമയം കളയാറില്ല കേട്ടോ. കാരണം പൊതുവെ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും അങ്ങ് രാത്രിയാവും. അപ്പോൾ സൺഡേ മാത്രമാണ് നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഏതുവിനാണെങ്കിൽ ഒരു കല്യാണമുണ്ട്. അപ്പം ഏതു കല്യാണം, കൂട്ടുകാരൻ്റെ കല്യാണമാണ്. അപ്പം അതിന് വേണ്ടി റെഡി ആയിപ്പോൾ അങ്ങ് പോകും. പിന്നെ ഞാനും കുഞ്ഞുമായിട്ട് വീട്ടിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. നൈബറിൻ്റെ ആണ് കേട്ടോ, നമ്മുടെ അല്ല. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതുവാണെങ്കിൽ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വേണ്ടി റെഡി ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ വീടും പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഓട്ടോയിലാണ് പോകുന്നത്, ഊബർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ നേരെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് വേണം എനിക്ക് സിനിമ കാണാൻ വേണ്ടി ഏതു അവിടെ വന്ന് പിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേണം, അങ്ങനെയാണ് എപ്പോഴും പോകാറുള്ളത്. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ തന്നെ അവിടുത്തെ അക്രമകാരി ഉറങ്ങിയിട്ടുണ്ട്. എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണ്. ഞാൻ എപ്പോഴും ഫസ്റ്റ് വന്ന് നോക്കണം അവനെയാണ്, കാരണം രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് കേട്ടോ. ഇതാണ് എൻ്റെ സിസ്റ്റർ. പിന്നെ ഞാൻ എപ്പോഴും ഉച്ചയ്ക്ക് സിനിമ കാണാൻ പോകാറുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കും. കാരണം ഇല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് വണ്ടിയിലൊക്കെ കൂടുതൽ പോകുമ്പോൾ എനിക്ക് തലവേദന അങ്ങനെയൊക്കെ വരും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതു വന്നു. പിന്നെ കൂടുതൽ നേരം ഇരിക്കാനുള്ള സമയമൊന്നുമില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. കാരണം നേരത്തെ പോകണം, എപ്പോഴും ഇത് പറയും, നേരത്തെ പോയാൽ കുറച്ച് സമാധാനത്തിൽ ഒട്ടിച്ചിട്ട് പോയി, അല്ലെങ്കിൽ റഷ് അടിച്ച് ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട്, അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ ഹീലായിട്ടേക്കണം. അപ്പം കുറച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊട്ടുകൂടി ഇനി നടക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആരുടെയെങ്കിലും ചെരുപ്പൊക്കെ ഉണ്ടോയെന്ന് തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ചെരുപ്പിനെ കിട്ടി. അങ്ങനെ അതൊരു ഷൂ ടൈപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ അതെടുത്തിട്ടിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ, ഇതിൻ്റെ കൂടെ ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കുവാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അനിയത്തിയുടെ ഒരു ഷോളും കടം വാങ്ങിച്ചിട്ട് ഇറങ്ങി. ഭയങ്കര വെയിലാണ്, അതുകൊണ്ടാണ് ഷോളെങ്കിലും ഇട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. പിന്നെ നമ്മൾ നേരെ പോയത് SL ആണ്. ഏത് സിനിമ എന്ന് പറഞ്ഞില്ലല്ലോ, അനോമി എന്ന് പറഞ്ഞ ഭാവനയുടെ സിനിമയാണ് കേട്ടോ. പൊതുവെ 2 മിനിറ്റ് സിനിമ തുടങ്ങുന്നതിന് ആ സമയത്ത് എത്താറ്, പക്ഷേ ഇപ്രാവശ്യം നേരത്തെ എത്തി. പിന്നെ അവിടെയുള്ള അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ളൊരു സ്റ്റാളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണ് വില, സൈസൊക്കെ എത്രയുണ്ട്. ഒഴിച്ച് ബാക്കി എല്ലാ സൈസും ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല, എൻ്റെ സൈസ് S ആയതുകൊണ്ട്. പിന്നെ ആ ചിച്ചിര വിശേഷങ്ങളൊക്കെ ചോദിച്ചു, കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് സിനിമ തുടങ്ങി, നമ്മൾ കയറി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു കേട്ടോ. കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ മൂവിയാണ്. പിന്നെ ആ സമയത്താണ് ഇങ്ങനൊരു സാധനം, എൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ, ക്ലിയറായിട്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞത്. കാരണം കൂട്ടുകാരന് കല്യാണത്തിന് ഗിഫ്റ്റ് വാങ്ങിയാൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചതാണ് ആൾ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഇപ്പോഴാണ് കേട്ടോ കംപ്ലീറ്റ് ആയത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് മൂവി കണ്ടു കേട്ടോ. നല്ല സിനിമയായിരുന്നു കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി. എന്താ പറയുക, ഒരു നല്ലൊരു കഥ, പുതിയൊരു കഥയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് നമ്മൾ തിരുമലയിലുള്ള രാമചന്ദ്രയിലാണ് കേട്ടോ. പുതിയതായിട്ട് തുടങ്ങിയതാണ്. നമ്മളതിനൊരു 1-2 പ്രാവശ്യം പോയിട്ടുള്ളതും കറക്റ്റായിട്ട് അവിടെ നിന്നൊന്നും വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ, നമ്മളെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്. പിന്നെ നമ്മൾ അവിടെ എത്തി കേട്ടോ, ഷോപ്പിംഗ് സെൻറ്ററിൽ. അവിടെ പോയിട്ട് ഇതിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ 1-2 ട്രയലും ചെയ്തു കേട്ടോ. അവന് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഞാൻ എടുത്തിട്ടില്ല. ഇനി വേറെ കുറച്ച് നട്ട്സും സീഡ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് വാങ്ങിക്കേണ്ടായിരുന്നത്. പിന്നെ അത് നമ്മളവിടെ നിന്ന് ബില്ല് ചെയ്ത് വാങ്ങിച്ച് നമ്മളവിടെ ഇറങ്ങി. കൂടുതൽ നേരം നിന്നില്ല, കാരണം വീട്ടിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് അവിടെ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് പോകേണ്ടതാണ്. 2 അക്രമികളും നല്ല ആക്റ്റീവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം
അവിടെ എപ്പോഴും എപ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് പോയാലും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് അമ്മയുടെ അവിടെ നിന്ന് കാപ്പിയും ഇവിടെ ചായയൊക്കെ കഴിച്ചിട്ടാണ് പോവാറ്. കാരണം അതാകുമ്പോൾ വീട്ടിൽ നേരത്തെ ചെന്നാൽ മതിയല്ലോ. ഇത് ഭയങ്കര ഡാൻസറാണ് കേട്ടോ. എന്തെങ്കിലും പാട്ട് കേട്ടാൽ അപ്പോൾ തുടങ്ങും ഡാൻസ്. പിന്നെ അവൻ്റെ ഒരു ഡാൻസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ചു കഴിച്ചിട്ട് പോകുന്നു, കാരണം കഴിച്ചിട്ട് പോയാൽ പിന്നെ വീട്ടിൽ പോയി വേറെ പണിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ അവിടെ കഴിച്ചു കേട്ടോ. ഒരു 8-8:30 ആയി കാണും. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു ഒരു 9 മണിയായി. പിന്നെ വേറെ പണിയില്ലല്ലോ, ഇവനെ ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങ് കിടത്തിയാൽ മതിയല്ലോ എന്നുള്ളൊരൊറ്റ സന്തോഷത്തിലാണ് നമ്മൾ വീട്ടിൽ വരുന്നത്. കാരണം ഒരുപാട് ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് ബ്രഷ് ചെയ്യിപ്പിച്ചു. കാരണം അവന് കുറച്ച് ക്യാവിറ്റീസ് വേറൊന്നുമല്ല, ഈ നമ്മൾ ഫീഡ് ചെയ്തിട്ട് അതേപടി കിടന്നുറങ്ങുന്ന ഒരു ടൈപ്പുള്ള കുഞ്ഞുമാവേനിത്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്യാവിറ്റീസ് വന്നിരുന്നു. പിന്നെ ഞാനും ഫ്രഷ് ആയിട്ടുണ്ട്. അങ്ങനെ ഇവനെ വാസുവിനെ ഉറക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് അടുത്ത ഇതിനുകൊണ്ട് വരുന്നത്. അവന് വിശക്കുന്നു, അവന് എന്തെങ്കിലും തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ബ്രഷ് ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവന് ശരി കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും ഞാൻ അവന് ബ്രഷ് ഒന്നേന്ന് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെയാണ് പിന്നെ ഇനി കിടത്തി ഉറക്കാമെന്നുള്ള രീതിയിൽ ഇരുന്നത് കേട്ടോ. ആൾക്ക് എപ്പോഴുള്ളൊരു പരിപാടിയാണ്. പിന്നെ ഇന്നായപ്പോൾ കുറച്ച് നേരത്തെ കഴിച്ചതിൻ്റെ പ്രശ്നമായിരിക്കാം. പിന്നെ ആളെ കിടത്തി ഉറക്കി. പിന്നെ നമ്മളും കൂടുതൽ നേരം ഇരുന്നില്ല, കാരണം നല്ല ലേറ്റായി. പിന്നെ ഞാനും എൻ്റെ സ്കിൻ കെയറൊക്കെ ചെയ്തിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.